ഫുട്ബോളിന്റെ ഈറ്റില്ലത്തിൽ നിന്ന് 2020 ലോകകപ്പിലെത്തി ക്രിക്കറ്റിൽ പുതുവിപ്ലവം തീർത്ത സംഘമാണ് ഇറ്റലി. എന്നാൽ ഒരു കൗതുക കാര്യം കൂടിയുണ്ട്. അസൂറിപ്പടയായി ക്രീസിലിറങ്ങിയ 15 താരങ്ങളിൽ ഭൂരിഭാഗം പേരും ഇറ്റലിക്കാരല്ല എന്ന് മാത്രമല്ല, അവരിൽ പലരും ജീവിതത്തിൽ ഇതുവരെ ഇറ്റലി എന്ന രാജ്യം കണ്ടിട്ട് പോലുമില്ല. റിപ്പോർട്ട് കണ്ടുവരാം. ICCയുടെ നിയമങ്ങളിലെ പഴുതുകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ അണിനിരത്തിയാണ് ഇറ്റലി ക്രിക്കറ്റിൽ പുതുചരിത്രം എഴുതിയത്. റോമിലെ കൊളോസിയമോ വെനീസോ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ പോലും ഇറ്റലിക്കായി ബാറ്റും പന്തുമായി പോരാടി. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച വെറ്ററൻ താരം JJ സ്മട്സും നായകൻ വെയ്ൻ മാഡ്സനുമാണ് ഇറ്റാലിയൻ പടയുടെ പടത്തലവന്മാർ. വിവാഹത്തിലൂടെ ഇറ്റാലിയൻ പൗരത്വം നേടിയ സ്മട്സ് ഇറ്റലിയിൽ ഇതുവരെ കാലുകുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ടീം ക്യാപ്റ്റൻ വെയ്ൻ മാഡ്സൺ ആകട്ടെ തന്റെ മുത്തശ്ശി ഇറ്റലിക്കാരിയായതുകൊണ്ട് മാത്രം ടീമിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. 15-ാം വയസ്സിൽ ശ്രീലങ്കയിൽ നിന്നും കുടിയേറി ഇറ്റലിയിൽ പിസ്സ മേക്കറായി ജോലി ചെയ്യുന്ന ക്രിഷൻ കലുഗാമാഗെ പോലുള്ള ചുരുക്കം ചിലർ മാത്രമാണ് ഈ ടീമിലെ യഥാർത്ഥ ഇറ്റാലിയൻ താരങ്ങൾ. ജോലി കളഞ്ഞും അവധി ദിവസങ്ങൾ മാറ്റിവെച്ചും ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് മൈതാനത്തിറങ്ങുന്ന കൃഷ്ണനെ പോലുള്ളവരാണ് അസൂരിപ്പടയുടെ പ്രതീക്ഷ. രാജ്യാതിർത്തികൾക്കും പൗരത്വങ്ങൾക്കും അപ്പുറം ക്രിക്കറ്റ് എന്ന വികാരം എങ്ങനെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇറ്റാലിയൻ ടീം. റഗ്ബി എന്ന കായിക വിനോദം എങ്ങനെയാണോ ഇറ്റലിയിൽ പതുക്കെ വളർന്നത്, അതേപോലെ ക്രിക്കറ്റും ഇറ്റാലിയൻ ജനതയുടെ ഹൃദയമിടിപ്പായി മാറുകയാണ്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ഒത്തുചേർന്ന സംഘം ക്രിക്കറ്റ് ഭൂപടത്തിൽ ലോകകപ്പിൽ ചരിത്ര ജയത്തോടെ പുതിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.